ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ചീസി എഗ് റോൾ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യമായി ഇതിലേക്ക് പാല് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. മുട്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് പാൽ ഒഴിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. അവസാനമായി ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് അല്പം ബട്ടർ ചേർക്കുക. പിന്നീട് ബട്ടർ പാനിൽ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്യുക. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ഒഴിക്കുക. ഇനി ഈ ചീസി എഗ് റോൾ അല്പം ന്യൂട്രീഷ്യസ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. ആദ്യം അല്പം ക്യാരറ്റ് ചോപ്പ് ചെയ്തത് മുട്ടയ്ക്ക് മുകളിൽ നിരത്തുക. ഞാൻ ഇവിടെ ചേർക്കുന്ന വെജിറ്റബിൾസ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി അല്പം ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്. ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിലുള്ളത് ചേർക്കാവുന്നതാണ്. അവസാനമായി അല്പം സവോള ചോപ്പ് ചെയ്തത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ബ്രോക്കലി, മഷ്റൂം, അതുപോലെ തന്നെ വേവിച്ച ചിക്കൻ, ബീഫ് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനു മുകളിൽ ചീസ് നിരത്തണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെഡർ ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാവുന്നതാണ്. ചീസ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ചീസ് നിരത്തിയതിനു ശേഷം ഇതിനു മുകളിലേക്ക് ഒരു ചുട്ടെടുത്ത ചപ്പാത്തി വയ്ക്കുക. ചപ്പാത്തിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പൊറോട്ടയോ കുബൂസോ അതല്ലെങ്കിൽ ടോട്ടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ വെച്ച് ഏകദേശം 1 മിനിറ്റ് നേരം വേവിക്കുക. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം ഇത് മറച്ചിടുക. ഇനി മറച്ചിട്ട ശേഷം രണ്ടാമത്തെ സൈഡ്, അതായത് ചപ്പാത്തി വെച്ച സൈഡും ഏകദേശം 1 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനു മുകളിൽ അല്പം കൂടി ചീസ് നിരത്തുക. അങ്ങനെ രണ്ടാമത്തെ സൈഡും 1 മിനിറ്റ് നേരം വേവിച്ച ശേഷം ഇതുപോലെ പതുക്കെ ചുരുട്ടി റോൾ ചെയ്തെടുക്കുക. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ഇങ്ങനെ പാനിൽ വെച്ച് റോൾ ചെയ്യുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഉടനെ തന്നെ റോൾ ചെയ്തെടുത്താലും മതിയാകും. ചീസി എഗ് റോള് റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നടുവേ ഒന്ന് കട്ട് ചെയ്ത ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക.